അപ്പോൾ ഒക്കെ എന്ത് ചെയ്യും, വെൽക്കം ടു വെസ്ലിൻ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു, പിന്നെ കുറച്ച് സ്നാക്സ് കഴിച്ചു. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു വട്ടം അഡീഷണലിൻ്റെ ഫംഗ്ഷൻ എഴുതി കൊടുത്താൽ മതി. ഹായ്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താന്നൊക്കെ പഠിച്ചു, ഊപ്സ് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഊപ്സ് കൺസെപ്റ്റ് തന്നെയാണ്. അതിൽ മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്ന തൊട്ട് മുമ്പ് നമുക്കൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം മുതലേ പറയുന്ന ഒരു സംഭവമാണ് ഫംഗ്ഷൻ പറഞ്ഞിട്ട്. ആ ഫംഗ്ഷൻ മെത്തേഡ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. അപ്പോൾ ആദ്യം എന്താണെന്നുള്ളത് നമുക്കൊരു കൺസെപ്റ്റ് ഇല്ല, എന്താണ് ഫംഗ്ഷൻ. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് എന്താണ് ഫംഗ്ഷൻ എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. എവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ കോളേജിൽ നിന്ന് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ എന്നുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ വീഡിയോസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒറ്റവാക്ക് നമുക്ക് പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് കോഡാണ്. അതായത് ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിൽ എന്തുണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും, പിന്നെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് അതിനുള്ളിൽ ഉണ്ടാവുക. അത് എന്താണോ നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്, അപ്പോൾ അത് വർക്ക് ചെയ്യും. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്. ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു റിയൽ ടൈം എക്സാമ്പിൾ എടുത്താൽ, ഇപ്പോൾ നമുക്കൊരു കട എടുക്കാം, ഒരു ഷോപ്പ് എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കടയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു തിങ്സ് എന്തെങ്കിലും മേടിക്കാനോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു കടയിൽ പോയിട്ട് 1 കിലോ റൈസ് എടുക്കുന്നു. ഇപ്പോൾ റൈസ് എടുത്തു, പിന്നെ അതുപോലെ തന്നെ ഷുഗർ, പഞ്ചസാരങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അത് എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ ഒരു 37, പിന്നെ എന്ത് ചെയ്യും, ഒരു 10ഉം എന്ത് ചെയ്യണം, കൂട്ടണം, അത് അഡീഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, അവരായിരിക്കും അരി എത്രയാണ് വില അപ്പോൾ എടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മറ്റേ ഷോപ്പിലൊക്കെ പോയാൽ അവർ കാൽക്കുലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യും, കണക്കൂട്ടുന്ന നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കണക്കൂട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, 10 അടിച്ചു കൊടുക്കും, പിന്നെ പ്ലസ് അടിച്ചു കൊടുക്കും, പിന്നെ 37, അങ്ങനെയുള്ള മൾട്ടിപ്പിൾ നിങ്ങളുടെ തിങ്സിൻ്റെ അഡീഷണൽ ആണ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് അഡീഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ആഡ് ചെയ്യും, ഓരോന്നായിട്ട് കൂട്ടി ഇത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചായക്കടയിൽ പോയി ചായ കുടിച്ചു, പിന്നെ കുറച്ച് സ്നാക്സ് കഴിച്ചു. അപ്പോൾ സ്നാക്സിൻ്റെയും ചായൻ്റെ വില എത്ര എന്നുള്ളത് ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇവർ ഓരോ തവണയും ക്ലിക്ക് ചെയ്യുന്നത് ഒരു 10 എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ എൻ്റർ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വാല്യൂ കിട്ടുന്നത്, അല്ലേ. അപ്പോൾ ഇതുപോലെയാണ്. അതായത് ഒരു കടയിൽ കയറുമ്പോൾ ആളെന്ത് ചെയ്യുന്നില്ല, ഒരു മൾട്ടിപ്പിൾ തവണ ഒരു പേപ്പറിൽ എഴുതി ആൾ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. പിന്നെ നേരെ മറിച്ച് ആൾ എന്ത് ചെയ്യുന്നു, ഒരു കാൽക്കുലേറ്റർ ആണ് ഒരു എക്സാമ്പിൾ വെച്ചെങ്കിൽ കാൽക്കുലേറ്റർ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, 10 + 20 നോക്കുമ്പോൾ നമുക്ക് 30 എന്നുള്ള വാല്യൂ കിട്ടും. അതുപോലെയാണ് ഫംഗ്ഷൻ എന്നുള്ളത്. ഫംഗ്ഷൻ അതെന്തിനാണ് കാൽക്കുലേറ്ററിൽ എങ്ങനെ അത് നമുക്ക് കാണിക്കുന്നത്, ഔട്ട്പുട്ട് കാണിക്കുന്നത്, ഇത് ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഈ 10 + 20 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉത്തരം കിട്ടണം എന്നുള്ളത് ഓൾറെഡി ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന മാത്രം എന്നുള്ളൂ. ആ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും, ആ ഫംഗ്ഷനിലെ കൂട്ടി നമുക്ക് കാണിച്ചു തരും. അതായത് ഇപ്പോൾ നമ്മൾ ടെക്നിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് മൾട്ടിപ്പിൾ കോഡ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാൽക്കുലേറ്റർ ചെയ്യാണ്. കാൽക്കുലേറ്റർ എന്നുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്, അല്ലേ. അതുപോലെ സബ്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ എന്താ ഇവർ ചെയ്യുന്നത്, ഇവർ 10 ഇതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ എഴുതി വെക്കും. ഫോർ എക്സാമ്പിൾ അഡീഷണൽ പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി വെക്കും. അഡീഷണൽ ഫംഗ്ഷൻ എന്താ എഴുതി വെക്കാന്ന് വെച്ചാൽ, അഡീഷണൽ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യേണ്ടതാണ് ഈ ഫംഗ്ഷൻ എന്നുള്ളത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെക്കും. അപ്പോൾ ഓരോ യൂസേഴ്സ് വരുമ്പോൾ നമുക്ക് ഓരോ ഫംഗ്ഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒറ്റവട്ടം ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ, ഇപ്പോൾ അഡീഷണൽ എന്ന് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അഡീഷണലിൻ്റെ നെയിം, ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഫംഗ്ഷന് ഒരു നെയിം ഉണ്ടാവും, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി, ആ ഫംഗ്ഷൻ വർക്ക് ആയിക്കോളും.
അപ്പോൾ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയാൽ മൾട്ടിപ്പിൾ തവണ അത് എന്ത് ചെയ്താൽ മതി ഓരോ ഓപ്പറേഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണം, ഒരു 2 നമ്പർ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 3 നമ്പർ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും 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 ആഡ് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഒരു വട്ടം ആഡ് ചെയ്യുന്ന അത് അറിയാം നമുക്ക്. അതായത് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ആണ് ഉപയോഗിക്കേണ്ടത്, സബ്സ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ മൈനസ് ആണ് ഉപയോഗിക്കേണ്ടത്, ഡിവിഷൻ ചെയ്യണമെങ്കിൽ ഡിവൈഡിൻ്റെ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കേണ്ടത്, നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഒരു വട്ടം അഡീഷണലിൻ്റെ ഫംഗ്ഷൻ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അഡീഷണലിന് എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ. അതായത് വീണ്ടും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഇത് നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊജക്റ്റിലൊക്കെ കിടക്കുമ്പോൾ കുറേ സെറ്റ് ഓഫ് ലൈൻ എന്തുണ്ടാവും, മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡ് എന്തുണ്ടാവും നമുക്ക് കാണാം. അപ്പം മൾട്ടിപ്പിൾ ലൈന് കോഡ് ഉണ്ടാകുമ്പോൾ ആ കോഡിൻ്റെ ഇടയിലൊക്കെ നമുക്ക് എന്തെങ്കിലും വെച്ചാൽ ഒരേ ഫംഗ്ഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. ഇപ്പം നേരത്തെ വെച്ചുള്ള അഡീഷണൽ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഫംഗ്ഷൻ എന്നുള്ള ഉപയോഗിച്ചിട്ട് ലൈന് കുറക്കാൻ പറ്റും. കാരണം എന്താ, ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് വീണ്ടും 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 ആ കാര്യം എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, വേറൊരു റിയൽ ടൈം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഓഫീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഓഫീസ് ഉണ്ട്. ഓഫീസിൽ എന്ത് ചെയ്യുന്നു, ഒരാളെ ഹയർ ചെയ്യുന്നു. എന്തിനാ, വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരാളെ ഹയർ ചെയ്യുന്നു. ഒരു ഫോർ എക്സാമ്പിൾ സെക്യൂരിറ്റി ആണെങ്കിൽ, ഇപ്പോൾ എന്ത് ചെയ്യും, ഒരു ക്ലയൻറ്റോ ഇല്ലെങ്കിൽ നമ്മളെ ഓഫീസ് വിസിറ്റ് ചെയ്യാനോ പുറത്തുനിന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആളടുത്ത് പറയും വെൽക്കം ചെയ്യണം. അപ്പോൾ വെൽക്കം ചെയ്യുമ്പോൾ ആളെന്ത് ചെയ്യും, ഹായ് വെൽക്കം എന്നുള്ള രീതിയിൽ വെൽക്കം ടു നിങ്ങളെ ഓഫീസിൻ്റെ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, വെൽക്കം ചെയ്യും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ തീരുമാനിക്കുകയാണ് ഇത് എന്നും ഇയാൾ എന്ത് ചെയ്യണം, വിളിച്ച് പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റാഫിനെ വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് എന്ത് ചെയ്യണം, ഇതിനൊരു നമുക്കൊരു ഡിവൈസ് ഉണ്ടാക്കണം. ഡിവൈസ് ഉണ്ടാക്കണം വെച്ചാൽ, അതായത് ഒരാൾ കയറുമ്പോൾ തന്നെ, നമ്മളെ ഓഫീസിൽ കയറുമ്പോൾ തന്നെ, അതായത് ഒരു കയറി നമ്മൾ ഡോറ് കടക്കുമ്പോൾ തന്നെ വെൽക്കം ടു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഓഫീസിൽ വെസ്ലൻ ആണ്, വെസ്ലൻ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പറയണം, വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത്. അപ്പോൾ ഒരു വട്ടം നമ്മൾ എന്താക്കിയ ഒരു ഡിവൈസ് മേടിച്ച് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴൊക്കെയാണോ ഒരു ക്ലയൻറ്റ് കിടക്കുന്നത് അപ്പോഴൊക്കെ എന്ത് ചെയ്യും, വെൽക്കം ടു വെസ്ലൻ, വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ആ ഫംഗ്ഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരാൾ കിടക്കുമ്പോൾ എന്ത് വിളിക്കണം, കോൾ ചെയ്യണം, ഇന്ന ഫംഗ്ഷനെ കോൾ ചെയ്യണം. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, വെൽക്കം ടു വെസ്ലൻ, അല്ലെങ്കിൽ വെൽക്കം ടു നിങ്ങളുടെ ഓഫീസിൻ്റെ പേര്. അപ്പോൾ ആ രീതിയിലാണ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ തവണ എന്ത് ചെയ്യും, ഒരേ ഫംഗ്ഷനെ കോൾ ചെയ്യുക മാത്രം ചെയ്യുക. അവിടെ പണിയും കുറവാണ്, പിന്നെ നമുക്ക് റീയൂസബിലിറ്റിയാണ്. റീയൂസബിലിറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതായത് ഒറ്റ ഫംഗ്ഷൻ ചെയ്താൽ മതി, മൾട്ടിപ്പിൾ തവണ നമുക്ക് എന്ത് ചെയ്താൽ അത് കോൾ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, ഫംഗ്ഷന് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിന് തൊട്ട് മുമ്പ് എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഈ എക്സാമ്പിൾ ഒന്നും പോയി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങളെ സംശയങ്ങൾ ചോദിച്ചിട്ട് എന്ത് ക്ലിയർ ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ ആ ഓരോ ഫംഗ്ഷൻ്റെ കാറ്റഗറീസ് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആ സ്ക്രീനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഒരു മെയിൻ ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഉണ്ടാക്കിയ ഒരു ഫംഗ്ഷനാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫയൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും കാൽക്കുലേറ്ററിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നോർമലി നമ്മളെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, അതേ ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, മെയിൻ ക്ലാസ്. പിന്നെ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ എന്താണ്, ഈ പബ്ലിക് എന്താ, ഈ സ്റ്റാറ്റിക് എന്താ, ഈ വോയിഡ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം. ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്തുണ്ട്, ഒരു നെയിം ഉണ്ടാവും, ഫംഗ്ഷന് ഒരു നെയിം ഉണ്ടാവും, ആ നെയിമിന് അടുത്തൊരു ബ്രാക്കറ്റ് ഉണ്ടാവും. ആ ബ്രാക്കറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്താണ് ഫംഗ്ഷനാണ് അത്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബ്രാക്കറ്റ് കണ്ടിട്ടില്ലേ, ഇതുപോലുള്ള ഒരു ബ്രാക്കറ്റ്, ആ ബ്രാക്കറ്റാണ് എന്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതാണ് മീൻസ് ആ ബ്രാക്കറ്റ് കണ്ടാൽ അത് ഫംഗ്ഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാം നമുക്ക്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക, എങ്ങനെയാണ് ഒരു കോൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് വേണ്ടി സ്റ്റാറ്റിക് ഞാൻ കൊടുത്തു. ഈ സ്റ്റാറ്റിക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട, അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. എന്താണ് സ്റ്റാറ്റിക്, എന്താണ് വോയിഡ്, എന്താണ് പബ്ലിക് എന്നുള്ള കാര്യങ്ങളൊക്കെ.
അപ്പോൾ സ്റ്റാറ്റിക് എന്ന് എഴുതി. ഞാൻ പറഞ്ഞിരുന്നു ഒരു നെയിം വേണം. ഫംഗ്ഷൻ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് നെയിം വേണം അല്ലേ. ഞാൻ സം എന്ന് കൊടുക്കുന്നു. ഈ നെയിം എന്തും കൊടുക്കട്ടോ, നിങ്ങളെ ഫംഗ്ഷൻ എന്താണോ ആ ഫംഗ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് നെയിം എന്തും കൊടുക്കാം. ഞാൻ സം എന്ന് എഴുതാണ്. സം എന്ന് എഴുതിയതിന് ശേഷം കണ്ടോ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് സ്റ്റാറ്റിക് കഴിഞ്ഞിട്ട് വോയിഡ് എന്ന് എഴുതിയാണ്. വോയിഡ് എന്താണെന്നും കൂടി ഞാൻ പറയാം. അത് റിട്ടേൺ വാല്യൂ ഇല്ലാത്തതാണ്. അത് നിങ്ങളിപ്പോൾ ചിന്തിക്കേ വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ സമ്മ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റർ കൊടുത്തു. എൻ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ്. ഓക്കെ, പ്രിൻ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഒരു വെൽക്കം ടു വെസ്ലെൻ എന്ന് കൊടുത്തു. ഓക്കെ, വെൽക്കം ടു വെസ്ലെൻ എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഓക്കെ വെൽക്കം ടു വെസ്ലെൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ടിൽ വെൽക്കം ടു വെസ്ലെൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സം എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുക. ഒരു ഫംഗ്ഷനിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് വേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാറ്റിക് പോയിട്ടൊന്നും മൈൻഡ് ചെയ്യേണ്ട, നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. പിന്നെ ഇവിടുന്ന് മുതൽ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. സം എന്നുള്ളത് എന്താ, സം എന്നുള്ളത് ഫംഗ്ഷൻ്റെ നെയിമാണ്. എന്താണോ ഫംഗ്ഷൻ്റെ നെയിം അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അത് ഫംഗ്ഷൻ നെയിം. ഫംഗ്ഷൻ നെയിം കഴിഞ്ഞ ഉടനെ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതും അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ 2 ബ്രാക്കറ്റ് ഉണ്ടാവും. ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ക്ലോസിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ആ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് എഴുതിയിട്ടുള്ളത്, വെൽക്കം ടു വെസ്ലെൻ എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, കോൾ ചെയ്യണം. അപ്പോൾ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കോപ്പി ചെയ്യുക. ഓക്കെ, അതായത് സം എന്നുള്ളത് കോപ്പി ചെയ്യേണ്ട, നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോപ്പി ചെയ്യുന്നതൊക്കെ നിങ്ങൾ പിന്നീട് കുറച്ച് എക്സ്പേർട്ട് ആയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾ ടൈപ്പിങ്ങിലൊക്കെ നല്ല സ്പീഡായിരുന്നുണ്ടെങ്കിൽ മാത്രം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, അപ്പം മെയിൻ എന്നുള്ള ഫംഗ്ഷൻ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തത്. ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു മെയിൻ എന്നുള്ള ഫംഗ്ഷൻ കാണും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോൾ ചെയ്യേണ്ടത്. ഈ മെയിൻ എന്നുള്ളത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണ്ട, അതെന്താ ഇതെന്താന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇപ്പം ഞാൻ ചെയ്യുന്ന എന്താണോ അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സം എന്നുള്ളത് വിളിക്കുക. കോൾ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ സം. ഓക്കെ, സം എന്ന് കൊടുക്കും. അപ്പോൾ സം എന്നുള്ളത് നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ ഡിക്ലറേഷൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്താൽ റൺ ആവില്ല. ഇപ്പോൾ ഞാൻ റൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ട് സം എന്നുള്ളത്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്താൽ എന്തും കാണും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഔട്ട്പുട്ടിൽ, അതായത് ഈ പറഞ്ഞ ടെർമിനലിൽ നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ജാവ സാമ്പിൾ ഡോട്ട് ജാവ എന്ന് ക്ലിക്ക് ചെയ്ത് നോർമലി വെൽക്കം ടു വെസ്ലെൻ എന്നുള്ളത് പ്രിൻ്റ് ആവണം. പക്ഷെ പ്രിൻ്റ് ആയിട്ടില്ല. ഇവിടെ കണ്ടോ, നിങ്ങൾ സ്ക്രീനിൽ കണ്ടോ, പ്രിൻ്റ് ആയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ള സംഭവം വർക്ക് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ കോളിങ് നടത്തിയിരിക്കണം. മനസ്സിലായോ? അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സം എന്നുള്ളതാണ് നമ്മളെ ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന എങ്ങനെയെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, സം എന്നുള്ളത്, അതായത് ഫംഗ്ഷൻ്റെ നെയിം എന്താണോ ആ നെയിം എന്ത് ചെയ്യുക, വിളിക്കുക. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഫംഗ്ഷന് നെയിം ഉള്ളതെന്നുള്ളത്. അപ്പോൾ നെയിം ഉള്ളത് ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സം എന്നുള്ളത് ഒരു ഫംഗ്ഷൻ്റെ നെയിമാണ്. അപ്പോൾ നെയിം വെച്ച് കോൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രം മതി. അവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ഈ മറ്റേ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട, ക്ലോസ് ചെയ്യേണ്ട. നേരെ വെച്ച് നോർമൽ ബ്രാക്കറ്റ് ഇല്ല, നമ്മൾ ഓപ്പണിങ് ക്ലോസിങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഫംഗ്ഷൻ വർക്കാവും. ഇപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാമെന്ന്. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് കണ്ടോ, വെൽക്കം ടു വെസ്ലെൻ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എന്തുകൊണ്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു, എന്തിനാണ് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതെന്താ വർക്ക് ചെയ്യാത്തത്, ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്നുള്ളത് ഒരു സെറ്റ് ഓഫ് കോഡാണ്. ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് കോഡ് എന്നുള്ളത് വെച്ചാൽ നമുക്കിപ്പോൾ ഉള്ള കോഡ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റിൽ വെൽക്കം ടു വെസ്ലെൻ എന്നുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രിൻ്റ് ചെയ്ത് മാത്രം നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ആ കോഡ് റൺ ആവണമെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് കോഡ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടില്ലേ, ഈ ക്ലോസ് ചെയ്ത ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള
കോഡിനെയാണ് സെറ്റ് ഓഫ് കോഡ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആ സെറ്റ് ഓഫ് കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ സമ്മു ആ സെറ്റ് ഓഫ് കോഡ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ തവണ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റും. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, വീണ്ടും സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, പിന്നെയും ഒരു സം കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യും, സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ. ഇനിയിപ്പോൾ ഞാൻ എൻ്റർ ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുമെന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് 3 വട്ടം വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് പ്രിൻ്റ് ആവണം. കാരണം 3 വട്ടം നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. ശരി, കണ്ടോ, വെൽക്കം ടു വെസ്ലൻ 1 വട്ടം, പിന്നെ വെൽക്കം ടു വെസ്ലൻ 2 വട്ടം, 3ാമത്തെ വട്ടം വെൽക്കം ടു വെസ്ലൻ. അപ്പോൾ എന്താ താഴത്തെ വരുന്നത്, ഇവിടെ പ്രിൻ്റ് എല്ലാം കൊടുത്താൽ മതി. ഓക്കെ, ആ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് പ്രിൻ്റ് എല്ലാം എന്നുള്ളത്. എൻ്റർ ക്ലിക്ക് കഴിഞ്ഞാൽ കണ്ടോ, വെൽക്കം ടു വെസ്ലൻ 3 വട്ടം പ്രിൻ്റ് ആയിട്ടുണ്ട്. കാരണം 3 വട്ടം നമ്മളിവിടെ കോൾ ചെയ്തത് കൊണ്ടാണ് 3 വട്ടം പ്രിൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ എന്താണ് എന്താണ് ഫങ്ഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ എങ്ങനെ കോൾ ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനിയും മനസ്സിലായില്ല, ഇനിയും കുറച്ച് എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ നമുക്ക് ഒന്നും കൂടി ഫംഗ്ഷനെ കുറിച്ച് നല്ല രീതിയിൽ വീഡിയോ ചെയ്യും. ഓക്കെ, ഇതിൽ ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ഇനി മനസ്സിലായില്ല, ഒന്നും കൂടി ഡീപ്പായി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സമ്മെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സം എഴുതി, അതുപോലെ തന്നെ എന്താ വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് എഴുതി, എന്നിട്ട് നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്തത്. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞു സം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ്റെ അടുത്ത് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഫംഗ്ഷന് കുറച്ച് ഇൻപുട്ട് സ്വീകരിക്കും. ഓക്കെ, ആ ഇൻപുട്ടിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ടും കാണിക്കും. മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്, നേരെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് അതിനെ കോൾ ചെയ്യുന്നുണ്ട്. ആ കോൾ ചെയ്ത ഫംഗ്ഷനാണ് നമുക്കിപ്പോൾ ആ കോൾ ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നത്, പ്രിൻ്റ് ആകുന്നത്. പക്ഷെ ഫംഗ്ഷനിലേക്ക് നമ്മൾ കുറച്ച് ഇൻപുട്ട് കൊടുക്കും, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. അത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ കാൽക്കുലേറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ, അപ്പോൾ കാൽക്കുലേറ്റർ എന്താ ചെയ്യുന്നത്, ഒരു നമ്പർ എടുക്കും. ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്റർ നോക്കിയാൽ എന്താ, നമ്മളൊരു നമ്പർ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. ഇപ്പോൾ 10 + 20 എന്നുള്ളത് കൊടുത്താൽ എന്താ വരും, നമുക്ക് 30 എന്നുള്ള ഒരു ഉത്തരം, അതാണ് ഔട്ട്പുട്ട് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതിനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇൻപുട്ട്, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഒരു വാല്യൂ നമ്മൾ കയറ്റണം. ഇപ്പോൾ 10 20 എന്നുള്ളത് പറഞ്ഞല്ലോ, 10 20 എന്നുള്ളത് നമ്മൾ ഇൻപുട്ടായി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതാണ് നമ്മൾ പാരാമീറ്ററായിട്ട് നമ്മൾ പാസ് ചെയ്യും, ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യും. എങ്ങോട്ട്, ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നതാണ് എന്ത്, ആർഗ്യുമെൻറ്റ്. അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ആർഗ്യുമെൻറ്റ് പാരാമീറ്റർ ഇങ്ങനെയുണ്ട്. ആർഗ്യുമെൻറ്റ് എന്നും പറയും, പാരാമീറ്റർ എന്നും പറയും. ഈ ആർഗ്യുമെൻറ്റ് എന്താ, പാരാമീറ്റർ എന്താ വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ചെയ്തു നോക്കാം. അപ്പോൾ എങ്ങനെയാണുള്ളതെന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാണ് ഇൻപുട്ട് കൊടുക്കുന്നത് എന്നുള്ളത് ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളത്, ഇപ്പോൾ ഞാൻ 3 സമ്മ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ 3 സമ്മ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഒറ്റ സമ്മാക്കി മാറ്റാണ്. ഓക്കെ, സമ്മാക്കി മാറ്റി ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. കാൽക്കുലേറ്റർ ആണെന്നുണ്ടെങ്കിൽ 10 20 എന്നുള്ളത് കൊടുക്കണ്ടേ, കൊടുത്താലല്ലേ വർക്ക് ചെയ്യുള്ളൂ. 10 20 ആണെന്ന് കൊടുക്കുക. അത് എങ്ങനെ കൊടുക്കുമെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സമ്മെന്ന് കണ്ടോ, ഈ സമ്മന്നിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നു, 10 എന്ന് കൊടുക്കുന്നു. അതായത് 10 രൂപ. ഒരു ചായ കുടിച്ചു, ഒരാൾ ചായ കുടിച്ചപ്പോൾ നമുക്ക് കണക്കൂട്ടാം, കാൽക്കുലേറ്റ് ചെയ്യാണ് ഷോപ്പിലാണ്. അപ്പോൾ 10 ആണ്, 10 റുപ്പീസ് ചായ എന്നുള്ളതും, പിന്നെ 20 റുപ്പീസിൻ്റെ ഒരു സ്നാക്സ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 10 20 എന്നുള്ള 2 ഔട്ട്പുട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇൻപുട്ടായി എടുക്കണ്ടേ, ഫംഗ്ഷനിൽ ഇൻപുട്ടായി എടുക്കണ്ടേ. ഇൻപുട്ടായി എടുക്കാൻ വേണ്ടി ഫംഗ്ഷൻ എവിടെയാണോ ഡിക്ലെയർ ചെയ്തത്, ഇതാണ് ഡിക്ലറേഷനെ മനസ്സിലാക്കണം. ഇതാണ് ഡിക്ലറേഷൻ, അതായത് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഡിക്ലറേഷൻ എന്ന് പറയാം. അപ്പോൾ സമ്മിൻ്റെ ഇവിടെയാണ് സ്വീകരിക്കുന്നത്. അതായത് സം എന്നുള്ളതാണ് ഇവിടെയും സമ്മ്, ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് 10 20 എന്നുള്ളത് കൊടുത്തിട്ടുള്ളത്, അല്ലേ. അപ്പോൾ നേരെ മറിച്ച് വീണ്ടും സമ്മിൻ്റെ അവിടെ പോവുക. സമ്മിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഇൻപുട്ടായി എടുക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഇവിടുന്ന് പാസ് ചെയ്തത്, ഇവിടെ പാസ് ചെയ്ത് 10 20 എന്നുള്ളതാണ്. 10 എന്നുള്ളത് എന്താണ്, ഒരു നമ്പറാണ്. 20 എന്നുള്ളതും നമ്പറാണ്. അപ്പോൾ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ, ഡാറ്റ ടൈപ്പ് ഇൻറ്റീജറാണ്. അത് നമ്മൾ പഠിച്ചതാണ്. ഇൻറ്റീജർ എന്നുള്ളത് നമ്പറാണ്, ലെറ്റേഴ്സിന് നമ്മൾ സ്ട്രിംഗ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ കാണാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇൻറ്റ് കൊടുക്കുന്നു. എന്തുകൊണ്ട്, അവിടെ നിന്ന് പാരാമീറ്ററായി പാസ് ചെയ്തിട്ടുള്ളത് 10 എന്നുള്ളത്
ഒരു നമ്പർ ആയതുകൊണ്ട് അപ്പോൾ ഇൻറ്റ് എന്ന് കൊടുത്തു. ഞാൻ എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ 10 എന്നുള്ളത് പാസ് ചെയ്യുന്നതാണോ 20 ആണോ എന്നുള്ളത് ആർക്കറിയില്ല, ഈ പറഞ്ഞ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അറിയില്ല. ഓക്കെ, കാരണം കോൾ ചെയ്യുന്നത് എവിടെ ഇപ്പോൾ ഇവിടുന്ന് 10 20 ആണെങ്കിൽ പിന്നെ കോൾ ചെയ്യുന്നത് 20 30 ആണെങ്കിലോ. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഇപ്പോൾ ഫുള്ളായി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് 10 20, അപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്യണം, വേരിയബിൾ ഡിക്ലറേഷൻ നടത്തണം. കാരണം എന്താ, ഇവിടെ നിന്ന് വരുന്ന പാരാമീറ്റർ 10 ആണെങ്കിൽ ഇവിടെയും 10 ആയിരിക്കും, ഒരു എ എന്നുള്ള വേരിയബിളായിരിക്കും സ്റ്റോർ ആവുക. പിന്നുള്ളതും എന്താണ് 20 ആണ്. 20 എന്നുള്ളത് എന്താണ്, നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ ഇൻറ്റ് എന്ന് കൊടുക്കുന്നു, ബി എന്ന് കൊടുക്കുന്നു. ഇവിടെ എന്ത് കൊടുക്കുക, ഇവിടെ നേരെ ഈ കൺസെപ്റ്റ് ചിന്തിച്ചാൽ മതി, വേരിയബിൾ ഡിക്ലറേഷൻ ചിന്തിച്ചാൽ മതി. നമ്മൾ പറഞ്ഞു ഡിക്ലറേഷൻ വേരിയബിൾ നെയിം എന്തും കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എ ബി എന്ന് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വെൽക്കം ടു വെസ്ലൻ എന്നുള്ളത് തൽക്കാലം റിമൂവ് ചെയ്തിട്ട് എ പ്ലസ് ബി എന്ന് മാത്രം കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഞാൻ തൽക്കാലം എ പ്ലസ് ബിൻ്റെ മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു യുവർ സം ഈസ് യുവർ ടോട്ടൽ amount ഈസ് എന്നതാണെന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ പ്ലസ് കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുക. കണ്ടോ, യുവർ ടോട്ടൽ amount ഈസ് 10. ഓക്കെ, സോറി, ഇവിടെ 10 പ്ലസ് എന്നുള്ളത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ കണ്ടോ, ഇവിടെ രണ്ട് പ്ലസ് വന്നിട്ടുണ്ട്. അതായത് ഒരു പ്ലസ് ഇവിടെയും 2 പ്ലസ്. അപ്പോൾ ജാവ മനസ്സിലാക്കുക എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലസ് ആണ്, എന്ത് പ്ലസ് ആണെന്നുള്ളത് ആകെ കൺഫ്യൂഷൻ ആവും. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതായത് പ്ലസ് ആദ്യത്തെ പ്ലസ്സിന് ശേഷം, ഈ പ്ലസ്സിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ വീണ്ടും ഒരു ക്ലോസിങ് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ യുവർ ടോട്ടൽ amount ഈസ് 30 എന്നുള്ളത് വരും. ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞ സിസ്റ്റം ഡോട്ട് ഔട്ടിൽ ഇവിടെ ഈ ബ്രാക്കറ്റ് കൊടുത്ത് എന്തിനാന്ന് കൺഫ്യൂഷൻ ആവണ്ട. 2 പ്ലസ് വന്നപ്പോൾ ഇതിൻ്റെ മൈൻഡിൽ ആകെ കൺഫ്യൂസ് ആവും, ഇതെന്താണ്, ഇത് സ്ട്രിങ് ആണോ ഇൻറ്റിജർ ആണോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ 2 പ്ലസ് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു ബ്രാക്കറ്റിൽ കൊടുത്തത്. അങ്ങനെ തന്നെ ഇപ്പോൾ മനസ്സിലാക്കുക. വീണ്ടും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ചോദിക്കുക. കാരണം എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടി നിങ്ങൾക്കാണ് ഇഷ്യൂ, നിങ്ങൾക്ക് നോക്കാനും മടിയുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യുക, വീണ്ടും ഒരു സം എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് വിളിക്കാം. വീണ്ടും സം എന്നുള്ള വിളിച്ചതിന് ശേഷം, കാരണം ഒരാളല്ലല്ലോ ചായ കുടിക്കാൻ വരിക, മൾട്ടിപ്പിൾ ആൾക്കാരെ ചായ കുടിക്കാൻ വരും. ഇപ്പോൾ നമ്മൾ ക്യാമറയുടെ ബാക്കിലുള്ള സാവി പോയിട്ട് എന്ത് ചെയ്യും, ഒരു 10 റുപ്യക്ക് ചായ കുടിച്ചാൽ അവൻ എന്ത് ചെയ്യും, ഒരു 30 റുപ്യൻ്റെ സ്നാക്സ് കഴിച്ച് തീർക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ വേറെ ഒരാൾ വരികയാണ്, വേറെ ഒരു യൂസർ വരുവാണ്, ക്ലയൻറ്റ് വരികയാണ്. അവരെന്ത് ചെയ്യുന്നു, ഒരു 10 റുപ്യൻ്റെ ചായ കുടിച്ചു. ഓക്കെ, അപ്പോൾ ചായ കുടിക്കുന്നു, ഇപ്പോൾ 10 റുപ്പീസാണ്. ഇനി എന്ത് ചെയ്യുക, 40 റുപ്യക്ക് ഒരാൾ സ്നാക്സ് കഴിക്കുന്നു. 40 റുപ്യൻ്റെ എന്ത് ചെയ്യുന്നു, കടികൾ അയാൾ കഴിക്കുന്നുണ്ട്. കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, 10. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരാൾ വന്നു 10 റുപ്യൻ്റെ ചായ 20 റുപ്യൻ്റെ കടി കഴിക്കാണ്. വീണ്ടും ഒരാൾ വന്ന് 10 റുപ്യൻ്റെ ചായ കുടിക്കുന്നു, 40 റുപ്യൻ്റെ സ്നാക്സ് കഴിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, 2 യൂസറായി. അപ്പോൾ 2 യൂസറും എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ വിളിക്കാണ് ആര്, നമ്മുടെ മീൻസ് ഓണർ, ചായൻ്റെ ഓണർ എന്ത് ചെയ്യുന്നു, 10 റുപ്യ പ്ലസ് 40 റുപ്യ. അപ്പോൾ എത്രയാണ് കേസ്, അപ്പോൾ എത്രയാണെന്നുള്ളത് റൺ ചെയ്ത് നോക്കാം. ജാവ സ്പേസ് സാമ്പിൾ ഡോട്ട് ജാവ എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, യുവർ ടോട്ടൽ amount ഈസ് 30. ആദ്യം വന്ന് കഴിച്ച ആൾക്ക് 30 പിന്നെ യുവർ ടോട്ടൽ amount ഈസ് 50 എന്നുള്ളതാണ്. അപ്പോൾ എന്തായി, ഈ പറഞ്ഞ 2 യൂസറിൻ്റെയും കാൽക്കുലേറ്റ് എന്ത് കിട്ടി. ഓക്കെ, ഇപ്പോൾ 2 വട്ടം ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്, 2 വട്ടം ആളെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് രണ്ടാമത്തെ കോൾ ചെയ്തത്, വീണ്ടും പോയി. അപ്പോൾ വീണ്ടും പോയപ്പോൾ നമുക്ക് എന്തായി, ഈ പറഞ്ഞ amountൽ എന്ത് കിട്ടി, ഈ പറഞ്ഞ റിസൾട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നിങ്ങൾ നോക്കുക, എന്താണ് ഇപ്പോൾ നമ്മൾ കോൾ ചെയ്തതും അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫംഗ്ഷൻ കോളിങ്ങും നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ എന്താണ് ആർഗ്യുമെൻറ്റ്, എന്താണ് പാരാമീറ്റർ എന്ന് പറയാം. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സം എന്നുള്ള 10 20 എന്നുള്ളതാണ് നമുക്ക് എന്ത് ആർഗ്യുമെൻറ്റ്.
ഓക്കെ. അതിനെ സ്വീകരിക്കുന്ന മീൻസ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ ടൈമിൽ പറയുന്ന കേസ് ഇവിടെ കാണുന്നുണ്ടോ, എ ഇൻറ്റ് ബി എന്നുള്ളത് ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, അതാണ് പാരാമീറ്റർ. ഓക്കെ, അതാണ് പാരാമീറ്ററും അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടുന്ന് പാസ് ചെയ്യുമ്പോൾ, അത് കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യുന്നതാണ് ആർഗ്യുമെൻറ്റ്. അത് അവിടുന്ന് ക്യാച്ച് ചെയ്യുന്നതാണ്, അതായത് ഇവിടെ ഡെഫിനിഷൻ്റെ സമയത്ത് ക്യാച്ച് ചെയ്യുന്നതാണ് എന്ത്, പാരാമീറ്റർ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും പറയുമ്പോൾ നമ്മൾ ചായൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചായ കുടിച്ച് വരാം. അടുത്ത വീഡിയോ നമുക്ക് കാണാം. കീപ് വാച്ചിങ്.